എന്തുട്ട സതീശേട്ടൻ നിങ്ങൾ കാട്ടണം? പാവ ആണുങ്ങളോട് മാത്രം നിങ്ങൾക്ക് ഈ ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പറയാനും ആകെ ഒരു രാഹുൽ ഈശ്വർഗിരി മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഞങ്ങളും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലപ്പാ. ഞങ്ങളുടെ അമ്മമാർക്കും ഉമ്മമാർക്കും പെങ്ങന്മാർക്കും KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കിയതില് ഞങ്ങൾ ആണുങ്ങൾക്ക് പെരുത്ത് തന്തോയം മാത്രമേ ഉള്ളൂ. യാതൊരു എതിർപ്പില്ലഗടി എന്ന് മാത്രമല്ല, KSRTC ഓർഡിനറി ബസ്സുകൾ ഒട്ടുമില്ലാത്തതും വളരെ കുറവുള്ളതുമായ റൂട്ടുകളിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പക്ഷെങ്കില് KSRTC സ്ത്രീ സൗജന്യ യാത്രയുടെ ഒപ്പം മിനിമം സ്കൂള് കോളേജ് വിദ്യാർത്ഥികളായ നമ്മുടെ ആൺകുട്ടികൾക്കും 60 വയസ്സായ ആണുങ്ങൾക്കും കൂടെ KSRTC സൗജന്യ യാത്ര നിർബന്ധമായി ഏർപ്പാടാക്കണ്ടേ നമ്മുടെ സതീശേട്ടാ? ജോണച്ചായ, നമ്മുടെ പിള്ളേരും കാരണവന്മാരും KSRTC സൗജന്യ യാത്ര ചെയ്ത് പോട്ടപ്പാ. നിങ്ങൾക്ക് കിട്ടണ കോടിക്കണക്കിന് രൂപ നികുതി പണത്തില് ബഹുഭൂരിപക്ഷം തരുന്നത് ഞങ്ങ ആണുങ്ങളല്ലേ ജോണച്ചായ, സതീശേട്ടാ? എന്നിട്ട് എന്താ ഞങ്ങ ആണുങ്ങളോട് മാത്രം ഇത്ര കെറിവ്, അവഗണന? ഇത് ശരിയല്ല തകടി. ബസ്സിൽ കയറിയ ആണുങ്ങൾ പിന്നിലേ ഇരിക്കാവും, മുന്നിലെ സീറ്റുകൾ പെണ്ണുങ്ങൾക്ക് മാത്രം. നമ്മുടെ അച്ഛന്റെ പ്രായമുള്ളവരും അപ്പാപ്പന്മാരും ബസ്സിൽ തൂങ്ങി പിടിച്ചു നിൽക്കുന്നത് കണ്ടാൽ പോലും പെൺകുട്ടികളും ചെറുപ്പം കൊച്ചമ്മമാരും ഒന്ന് എണീച്ച് അവർക്ക് സീറ്റ് കൊടുക്കത്തില്ല. എവിടെയും ക്യൂ നിൽക്കുമ്പോൾ ലേഡീസ് ഫസ്റ്റ്. കോടതി പോയാൽ പോലും പുരുഷൻ സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം. അത്രയും കാലം പെണ്ണിനെ തീറ്റിപ്പോറ്റിയ സ്വന്തം കെട്ടിയോനെ പുല്ലുപോലെ വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീ ആ പാവം ആണിന് ചെലവിന് കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയാനില്ല. അങ്ങനെ ഒരു നിയമവും നമ്മുടെ പുരുഷ കേസരികളായ MLA-മാരും MP-മാരും ഉണ്ടാക്കിയിട്ടില്ല. സ്ത്രീ പുരുഷന്മാർ, യുവതീ യുവാക്കൾ, ബാലികാ ബാലന്മാർ, കാമുകി കാമുകന്മാർ, എവിടെയും പുരുഷന്മാർ രണ്ടാം തരം മാത്രം. ഇതെന്തൂട്ടി നീതിയഗതി? കേരളത്തിലും കേന്ദ്രത്തിലും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വനിതാ കമ്മീഷനുകളുണ്ട്. പാവം ആണുങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോഴും ഒന്ന് പരാതി കൊടുക്കാനോ നീതി ലഭ്യമാക്കാനോ പേരിന് പോലും ഒരു പുരുഷ കമ്മീഷൻ ഇല്ല. വനിതകളുടെ ക്ഷേമവും ശാക്തീകരണവും ഉറപ്പുവരുത്താൻ കേരളത്തിലും കേന്ദ്രത്തിലും വനിതാക്ഷേമ വകുപ്പുകളുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ബജറ്റ് തുകയുണ്ട്. അവർക്ക് മാത്രമായി പ്രത്യേകം മന്ത്രിമാരുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി 100 കണക്കിന് നിയമങ്ങളുണ്ട്. എന്നാൽ ഇവരെയൊക്കെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന പുരുഷന്മാർക്ക് വേണ്ടി ക്ഷേമ വകുപ്പുകളോ മന്ത്രിയോ പോട്ടെ, സാമാന്യ നീതി ലഭ്യമാക്കാനുള്ള മിനിമം നിയമങ്ങൾ പോലുമില്ല. പല നിയമങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ, പാവം പുരുഷന്മാരോട് നീതി നിഷേധവും ലിംഗവിവേചനവും കാണിക്കുന്നുണ്ട്. എന്തുട്ടന്നെ എന്നെ ഇങ്ങനൊക്കെ മതിയോ? സതീശൻ മേനനും ജോണച്ചായനും കുഞ്ഞാലിക്കുട്ടി സാഹിബും സഖാവ് പിണറായി വിജയനും ഒക്കെ ഉൾപ്പെടുന്ന പുരുഷവർഗത്തിനും അല്പെങ്കിലും നീതിയൊക്കെ ലഭിക്കണ്ടേ? അതുകൊണ്ട് മേൽ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ സർക്കാർ KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ഒപ്പം നമ്മുടെ സ്കൂള് കോളേജ് പിള്ളേരായ ആൺകുട്ടികൾക്കും 60 വയസ്സായ കാരണവന്മാർ ആണുങ്ങൾക്കും കൂടെ KSRTC സൗജന്യ യാത്ര നിർബന്ധമായി ഏർപ്പാടാക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നീതിയുക്തമായ ഒരു പുരുഷ കമ്മീഷനും ഉടൻ സ്ഥാപിക്കണമേ. സതീശേട്ടാ, ജോണച്ചായ, ഒന്ന് പ്രത്യേകം പരിഗണിക്കണട്ടാ. നമ്മുടെ പിള്ളേരും കാരണവന്മാരും KSRTC സൗജന്യ യാത്ര ചെയ്ത് പോട്ടപ്പാ. അപ്പൊ ശരി ഗഡീസ്, ബൈ.